സർ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കുസാറ്റിൽ ഒരു പരിപാടി നടത്തി. അത് നടത്തിയത് മുജാഹിദിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ഇവർ പരിപാടി നടത്തിക്കോട്ടെ, എൻ്റെ ചോദ്യം അതല്ല. പക്ഷേ ഇവർ ഈ വിസ്ഡം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവർ ചർച്ച നടത്തിയപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കാൻ ഒരു കർട്ടനൊക്കെ വെച്ചിട്ടാണ്. ഇവരുടെ സ്ഥിരം പരിപാടിയാണ്, പല പരിപാടികളിലും കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും വിവാദമായിട്ടുണ്ട്. ഇതൊന്നും കാണാനായിട്ട് ഈ CPM-ന് കണ്ണൊന്നുമില്ലേ? അവിടെ നവോത്ഥാനം ഒന്നും നടത്തണ്ടേ സർ? CPM അല്ല, ഇതൊക്കെ സത്യം പറഞ്ഞാൽ പാർട്ടിയല്ല നോക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇവിടെയൊക്കെയാണ് സർക്കാരിൻ്റെ ചില ധൈര്യപൂർവമായ ഇടപെടലുകൾ വേണ്ടി വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെന്ന് തോന്നുന്നു ജെൻഡർ ഇക്വാളിറ്റി സ്റ്റഡീസിൻ്റെ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു ബിന്ദു ടീച്ചർ വന്ന് ഉദ്ഘാടനം ചെയ്തു. അതെ, ടീച്ചർ ഓർമ്മ വരുമ്പോഴേ തലയിൽ ചുമക്കുന്നത് ഓർമ്മ വരും, എന്താണെന്നറിയില്ല. പാവസ്ത്രീ. എന്നാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ്. ഒരു ടീച്ചറല്ല, ഒരു വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു CPM വനിതയാണ് അവർ. അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവർ പാർട്ടിയുടെ സമ്മർദ്ദം അനുഭവിക്കുന്നത് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള വനിതാ നേതാക്കൾക്ക് മാത്രമേ സമ്മർദ്ദം നമ്മൾ കാണാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഈ ഇവിടെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് ഈ ജെൻഡർ ഇക്വിറ്റി സ്റ്റഡീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ ജെൻഡർ ഇക്വിറ്റി സ്റ്റഡി സെന്റർ ഉദ്ഘാടനം ചെയ്ത ആ ക്യാമ്പസിലാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിരിക്കും. ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ പോലും ഈ പിന്നെ ഈ ഇത്തരത്തിലുള്ള ഈ മറ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു സാധനം. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ഇടപെടണം എന്ന് പറയുന്ന സാധനം. കാര്യം സർക്കാരിൻ്റെ ഒരു നയമുണ്ടല്ലോ, അല്ലേ? ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിഭജനം ഇത് ആക്കാൻ പാടില്ല. മാത്രമല്ല സർക്കാർ ചില സ്കൂളുകളിലേക്ക് യൂണിഫോം അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സ്ത്രീയായിട്ടും ആണായിട്ടും തന്നെയാണ് വേഷം ധരിക്കേണ്ടത്. അതിൽ തന്നെ ഇരുന്നുകൊണ്ട് പരസ്പരം അംഗീകരിക്കാൻ പഠിക്കണ്ടേ? സ്ത്രീയായിട്ട് അംഗീകരിക്കണം, യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കണ്ടേ? കാര്യം ഇത് ലിംഗം എന്ന് പറഞ്ഞ അടയാളം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരാളെ നമ്മൾ കണ്ട് ഇപ്പോൾ എനിക്കൊരു പേന എടുത്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേനയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പേന എടുക്കുന്ന സംഗതി. അതുപോലെ നമ്മുടെ തിരിച്ചറിവിന് ഏറ്റവും അടിയന്തരമായ ആവശ്യമാണ് വ്യക്തമായിട്ടുള്ള ഈ ഒരു വേർതിരിവ് എന്ന് പറയുന്ന സംഗതി. അതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സംഗതി. അല്ലാതെ അതിനെ നമ്മൾ മനഃപൂർവ്വം ഒരു അബദ്ധധാരണ സൃഷ്ടിച്ച് മറക്കുകയല്ലേ ചെയ്യുന്നത്. അത്തരം ചില അബദ്ധധാരണകളുടെ ഒരു മൂടുപടം എന്ന് പറയുന്ന പുരോഗമനം കേരളത്തിന് എളുപ്പമുണ്ട്. അതാണ് സകല കൺഫ്യൂഷനുകൾക്കും ഈ ആശയക്കുഴപ്പങ്ങൾക്കും വഴിവെച്ചു കൊടുക്കുന്നത്. ഈ ആശയക്കുഴപ്പമുള്ള സമൂഹത്തിൽ ഏത് വൃത്തികേട് വേണമെങ്കിലും നടത്താം. അത്തരത്തിലൊരു വൃത്തികേടായിട്ടാണ് ഞാനിപ്പോൾ ഈ കണ്ട വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ കഴിഞ്ഞ ഒരു 1990 ഏർലി 90s തുടങ്ങിയിട്ട് കേരളത്തിലൊരു സംഗതി നടക്കുന്നുണ്ട്. ഒരു അറബ് വൽക്കരണം നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഇപ്പം ഇസ്ലാം മതം ഉദ്ഘോഷിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ഏകദൈവ സങ്കല്പമാണ്. അതിനകത്ത് പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ തത്വചിന്തയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സാധനം രൂപമില്ലാത്ത ഈശ്വരനെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ ബാക്കിയുള്ള ഈ വളരെ പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും നടത്തത്തിലും ഒക്കെ ഈ മുസ്ലിം ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ബോധപൂർവം മറ്റുള്ള സമുദായത്തിൽ എടുത്തു കാണിക്കാനുള്ള ഒരു പ്രക്രിയ ഈ അറബ് വൽക്കരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 90കളുടെ തുടക്കം മുതലാണ് കേരളത്തിൽ ഈ പർദ്ദ സംസ്കാരം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ആ ഒരു തട്ടമിടും, അല്ലെങ്കിൽ ഒരു കഷ്ണം വെള്ള തുണി, 2 സ്ലൈഡ് കുത്തി അങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട്. പക്ഷെ അത് കഴിഞ്ഞുള്ള ഒരു കാലഘട്ടം ഞാൻ ശ്രദ്ധിക്കും, ഇവരെല്ലാവരും പർദ്ദക്കുള്ളിൽ കയറി. അതാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ പണ്ടാണെങ്കിൽ സാരിയുടെ ഒരു തുമ്പാണ് പലരും ചൂടുക. അപ്പൊ അങ്ങനെ കേരള സമൂഹമായിട്ട് വളരെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇടപഴകി പൊക്കൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സംഗതി. പക്ഷേ അതിനെ ഈ വളരെ ആസൂത്രിതമായ ചില ഈ ശക്തികളുടെ ഇടപെടലിലൂടെ ഈ അറബ് വൽക്കരണം കൊണ്ടുവരികയും ഇന്നിപ്പം ഈ പർദ്ദയിട്ട സ്ത്രീകൾ ഒരു സമൂഹത്തിൽ ഇപ്പോൾ 1000 പേരുള്ള സ്ഥലത്ത് ഒരു സ്ത്രീ പർദ്ദയിട്ട് കഴിഞ്ഞാൽ അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ഈ രീതിയിലൊരു ഐസൊലേഷൻ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേട്ടാൽ നല്ല ഉഗ്രം പേരല്ലേ? വിസ്ഡത്തിന് ആരെങ്കിലും ഒരു പേരുണ്ടോ? അപ്പോൾ ഇത്തരം സംഗതികൾ വലിയ പുരോഗമനം വിസ്ഡത്തിന് മുമ്പോട്ട് വയ്ക്കുകയും ആ വിസ്ഡത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ കുസാറ്റ് പോലുള്ളൊരു സ്ഥലത്ത് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇക്വിറ്റി സ്റ്റഡി സെൻറ്ററിൻ്റെ ജെൻഡർ ഇക്വിറ്റി സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുള്ള ക്യാമ്പസ്. ആ ക്യാമ്പസിലാണ് ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ആൺകുട്ടികളുടെ പിന്നിൽ ഒരു മറ കെട്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പെൺകുട്ടികളെ ഇരുത്തുന്നത് അല്ലേ? അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായ ഒരു നടപടിയാണ് കാണിച്ചത്. ഇവര് സംസാരിച്ച വിഷയം അതുകൂടി പറഞ്ഞു പോകാന്ന് തോന്നുന്നു സാർ. വളരെ രസകരമായി തോന്നി. അവര് സംസാരിച്ച വിഷയം എന്താണെന്ന് അറിയാമോ? അത് മതം, ശാസ്ത്രം, ധാർമ്മികത എന്ന വിഷയത്തിലാണ് ഡിബേറ്റ് നടത്തിയത്. അതെ, അല്ല നല്ല കാര്യമാണ്. കാരണം വിസ്ഡം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മതം വരും, പിന്നെ ശാസ്ത്രം വരും, അതിനകത്ത് ധാർമ്മികത വരും. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നടത്തിയ രീതിയിൽ ഇതുണ്ടോ? പക്ഷെ ഈ നടത്തിയ രീതി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിന്റെ പിന്നിൽ അവിടെ പങ്കെടുത്ത പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഉണ്ടാവുന്ന മാനസികമായ ആ ഒരു 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 എന്തായിരിക്കും? വെറുതെ ഒന്നും തോന്നത്തില്ലല്ലോ. ഈ കർട്ടന്റെ പിന്നിൽ പെൺകുട്ടികൾ വന്നിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ആൺകുട്ടികൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഈ വിഭജനം വരികയാണ്. വിഭജനത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് സെക്സാണ്. അപ്പൊ ഈ രീതിയിൽ ഓരോ നിമിഷവും ഇവർ ഇത്തരത്തിലുള്ള വിസ്ഡമായി ഈ പരിപാടികൾ ആരംഭിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഈ സെക്സിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സെക്സ് എന്ന് പറയുന്ന സംഗതി ജന്തുക്കൾക്ക് അത് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഈ എപ്പോഴും സെക്സ് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാകൃതമായ ജീർണാവസ്ഥയിലേക്ക് പോകുന്നതാണ്. അവിടെ മറിച്ച് സൗന്ദര്യമാണ് ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ വേണ്ടത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതത്തിനെ നമ്മളെപ്പോഴും നദിയായിട്ടാണ് ഉപമിപ്പിക്കുന്നത്. അപ്പൊ നദി പോലെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അത് അവസാനം ചെന്ന് എത്തുന്നത് കടലിലാണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിലൂടെ വേണം സെക്സിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ സൗന്ദര്യം ഇല്ലാതായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ നദികൾ പറ്റുന്നുകൊണ്ടിരിക്കും. നദികൾ പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കടൽ നദികളിലേക്ക് കയറും. കടൽ കയറി കഴിഞ്ഞാൽ എന്തായി? ഉപ്പുവെള്ളമായി, ഗ്രൗണ്ട് വാട്ടർ പോയി ആ പ്രദേശം മുഴുവൻ ഊഷരഭൂമിയായിട്ട് മാറും. അപ്പം ഈ ഭൗതികമായ പ്രക്രിയ ഇതേപോലെ സമൂഹത്തിൽ നടക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള വളരെ വിനാശകരമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ജെൻഡർ ഇൻജസ്റ്റിസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കുസാറ്റിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യാമ്പസിൽ ഈ പിന്നെ എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്ന ഈ ഒരു സാർ ഇത് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ മൂക്കിന് താഴെ സർക്കാരിന്റെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അതിൽ ഒരു ഇസ്ലാമിക് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് അവർക്ക് വേണ്ടി മാത്രം, ഇസ്ലാമിക വിശ്വാസികൾക്ക് വേണ്ടി മാത്രം സർക്കാരിന്റെ മൂക്കിന് താഴെ, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള ഒരു വകുപ്പിൽ ഒരു ഗ്രൂപ്പ്. അതിലൊരാൾ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത്, അതിൽ വന്ന ഒരു വിഷയം അയാളുടെ സ്പീച്ചാണ്. അതിൽ പറയുന്നത് പാളയം പള്ളിയുടെ സ്തൂപം എങ്ങനെ ഉണ്ടായിരുന്ന മറ്റുമാണ്, അത് നോക്കിയിട്ട് കിട്ടുന്നില്ല വാർത്ത. അപ്പോൾ അതിൽ പറയുന്നത് നബിയെ പറയുന്നു, ക്രിസ്തുവിനെ പറയുന്നു, കൃഷ്ണനെ പറയുന്നു. കൃഷ്ണനെയും ക്രിസ്തുവിനെയും ആക്ഷേപിക്കുന്ന തരത്തിൽ നബി ചോദിക്കുമ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു പ്രസംഗം. നമ്മളിത് ചിരിക്കുമ്പോഴും ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾക്ക് കണ്ണടച്ചു കൊടുക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഇവിടുത്തെ നമ്മുടെ ഈ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. രാഷ്ട്രീയവും മതവും കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 10-30 വർഷം മുമ്പ് വരെ കേരളത്തിൽ യാതൊരുവിധമായിട്ടുള്ള കമ്മ്യൂണൽ സാമുദായിക സ്പർദ്ധയില്ലാതെ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതിനുശേഷം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാബറി മസ്ജിദിൻ്റെ സംഭവത്തിന് ശേഷമാണ് ഇത്രയധികം ഈ ഒരു വർഗീയ ചിന്തയിലേക്കും ജാതി മത ചിന്തയിലേക്കൊക്കെ നമ്മുടെ കേരളീയ സമൂഹം പോലും മാറിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇത് കണ്ടില്ല എന്നിരിക്കേണ്ടി വരുന്നത്? കാര്യം നടപടി എടുത്തു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള നടപടിയാണെന്ന് തോന്നും. മറിച്ച് വളരെ ശക്തവും ആത്മാർത്ഥവും ധൈര്യവുമുള്ള ഒരു സർക്കാരാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിലും അതല്ല ഇനിയിപ്പം ജാതി മതവും നോക്കാതെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും
എടുക്കാനുള്ള ശരിയായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ എടുക്കാനുള്ള ഒരു ആർജവമുള്ള ഒരു ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ശക്തികൾ തഴച്ചു വളരുന്നത്. അതെല്ലാം ഇപ്പം മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് രാഷ്ട്രീയ സംഗതികളാണെങ്കിലും ഇത്തരത്തിലുള്ള സംഗതികൾ എല്ലാത്തിനും വളർച്ചയ്ക്കൊരു അനുകൂലമായ മണ്ണ് വേണമല്ലോ, ഒരു ഫെർട്ടിലിറ്റി വേണമല്ലോ. ആ ഫെർട്ടിലിറ്റി ഈ കേരളത്തിൽ വളരെ കൂടുതലാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയം ഒതുക്കി കൊടുക്കുന്ന സ്ഥലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.